എല്ലാവരും പുതിയ വർഷം തുടങ്ങി പുതിയ പുസ്തകങ്ങളുടെ വായനയിലൊക്കെ തുടങ്ങിയില്ലേ? വായന എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു നേരം പോക്കിനെ ഒരു പുസ്തകം എടുത്ത് കയ്യിലിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് അറിവ് നേടാനാവും. ചിലത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാനാവും. മറ്റു മനുഷ്യരൊക്കെ കാണുമ്പോൾ, പുസ്തകങ്ങൾ വായിക്കാത്ത ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കും, നിങ്ങളിങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുമോ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? തീർച്ചയായും പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ്. അത് നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അറിവിൻ്റെ ഒരു മേഖല നമുക്ക് ആ പുസ്തകങ്ങളിലൂടെ നമുക്ക് തിരുത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പുസ്തകങ്ങളെ പല തരത്തിലാക്കി ഡിവൈഡ് ചെയ്യാം. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ. ഫിക്ഷൻ്റെ കേസസിലാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ക്രൈം ത്രില്ലർ, റൊമാൻസ്, അതേപോലെ സയൻസ് ഫിക്ഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നുമെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടുകളും നമുക്ക് അറിവ് നേടാനും നമ്മളെ തന്നെ സെൽഫ് നമുക്ക് മാറ്റിമറിക്കാനും ഉപകാരപ്പെടുന്ന ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അതാണ് നോൺ ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന പുസ്തകങ്ങൾ. ബയോഗ്രഫി, അതേപോലെ നമുക്ക് സെൽഫ് മോട്ടിവേഷൻ തരുന്ന മോട്ടിവേഷണൽ ബുക്സ്, സ്പീച്ച്ലെസ് ബുക്സ്, അങ്ങനത്തെ ഒരുപാട് ബുക്ക്. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ്. അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഒരു അറിവ്, അതിന് പരിമിതികളില്ല. ഇന്ന് ഞാൻ ചെറിയൊരു കഥയിലൂടെ എൻ്റെ ഈ എപ്പിസോഡ് തുടങ്ങാം. ഞാൻ റസീന. അക്ഷരപ്പുലരിയിലേക്ക് സ്വാഗതം. പണ്ടെന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മദ്രസയിൽ ഒരു ടൂറ് പോയിരുന്നു. ഇന്നത്തെ കാലത്ത് ടൂർ എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. പക്ഷേ ഇന്ന് എല്ലാ കുട്ടികളും ടൂറിന് പോകുമ്പോൾ എങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്ന് ടൂറിനൊക്കെ പോകുന്നതാണ്, ഫാമിലി ആയിട്ട് നമ്മൾ ടൂറ് പോകുന്നതാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ, എനിക്ക് 10-12 വയസ്സുള്ള ഒരു കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ടൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിനോദയാത്ര സ്കൂളിൽ നിന്നൊക്കെ പോകാമെന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ഒരു ഫാമിലിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ മദ്രസയിൽ ഒരു ടൂർ സംഘടിപ്പിച്ചു. ആ ടൂറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ കാണാത്തൊരു സ്ഥലമാണ്. പിന്നെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് വളരെ തുച്ഛമായ ഒരു പൈസയായിരുന്നു ആ ടൂറിൻ്റെത്. അങ്ങനെ ഞാനും അനിയത്തിയും ആ ടൂറിന് പോയി. അനിയത്തി എൻ്റെ കൂടെ പഠിക്കുന്നില്ലെങ്കിലും ഞാൻ എപ്പം എവിടെ പോയാലും അവളും കൂടെ ഉണ്ടാവും. ഞങ്ങളെ കണ്ട പണ്ടെല്ലാവരും പറയാം ബോബനും മോളിന്ന്, കാരണം ഞാൻ എവിടെയുണ്ടോ അവളും ഉണ്ടാവും. അതുപോലെ ഞങ്ങൾ ആ ടൂറ് കഴിഞ്ഞ് വരുന്ന സമയത്ത് രാത്രി 11 മണിയായി. 11 മണിയായപ്പം മദ്രസയിൽ എല്ലാവരെയും പാരൻസ് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെത് ഉമ്മാക്ക് സുഖമില്ലാത്തത് കാരണം ഉമ്മാക്ക് പിക്ക് ചെയ്യാൻ വരാൻ പറ്റിയില്ല. ഇന്നത്തെ കാലഘട്ടം പോലെ എല്ലാ ചുറ്റും കാടും എന്താ പറയുക മലകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് എൻ്റെ വീട്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഉസ്താദ് എന്നോട് ചോദിച്ചു, നിങ്ങൾ പോവോ? മദ്രസയുടെ തൊട്ട് പുറകിലാണ് പറയച്ചാൽ വീട്. പക്ഷേ ഒരു വലിയ മലയും ഒരു തെങ്ങിൻ തോപ്പും ഒരു കാടൊക്കെ കഴിഞ്ഞ് വേണം എൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഒരു ചെറിയ റോഡ് വഴി പോവുകയാണെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ഓക്കെ, അപ്പോൾ ഉസ്താദ് ചോദിച്ചപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, അനിയത്തി ഉണ്ടല്ലോ ഞങ്ങൾ പോയിക്കോളാം. പക്ഷേ അന്ന് ഞങ്ങൾ പോയ ആ വഴി പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ എങ്ങനെ ഇവളെ കൈയും പിടിച്ച് ചെറിയ ഒരു പ്രായത്തിൽ ഞങ്ങൾ എങ്ങനെ ആ ഒരു പടവ് കടന്ന് വീട്ടിലെത്തി എന്നുള്ളത്. കാരണം 2 സൈഡും കൂറ്റൻ മരങ്ങൾ നിറഞ്ഞ കാട്, ചെറിയൊരു കുന്നിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നടക്കാനുള്ളത്. ഒന്ന് കാല് തെറ്റിയാൽ കൊക്കയിലേക്ക് വീഴാം. അങ്ങനൊരു സ്ഥലമാണ്. ആ സ്ഥലം ഇന്നും എൻ്റെ നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അന്ന് ഞങ്ങൾക്ക് വഴികാട്ടിയായി നിന്നത് നിലാവാണ്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ വിചാരിക്കും, നിലാവിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ പറ്റും. നിലാവിൻ്റെ വെളിച്ചത്തിൽ വഴികാട്ടി അന്ന് ആ ചെറിയ 10-6 വയസ്സുള്ള 2 പേർ ആ കാട്ടിലൂടെ നടന്ന് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ നിലാവിന് എത്രമാത്രം പ്രകാശം പരത്താൻ പറ്റുമെന്ന് പിന്നീട് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും എൻ്റെയും അനിയത്തിയുടെയും സംഭാഷണത്തിൽ ആ കഥ കയറി വരാറുമുണ്ട്. ഇന്ന് ഈ കഥ ഇവിടെ ഞാൻ പറയാൻ കാരണം, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന പുസ്തകം ഒരു നിലാവിൻ്റെ വെളിച്ചമേകി ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രകാശത്തിൻ്റെ കഥയാണ്. ഇത് എഴുതിയിരിക്കുന്നത് അമൽ ഫർമിസ്. ദോഹയിൽ ഒരുപാട് വർഷമായി പ്രവാസിയായി ജീവിക്കുന്ന അവർ ദോഹ അക്കാഡമിയിൽ ഒരു അധ്യാപികയാണ്. ഫ്രീലാൻസായി മെഹന്തി ഡിസൈനും ചെയ്യുന്ന വളരെ നല്ല ഹൃദയത്തിൻ്റെ ഉടമയായ അമൽ ഫർമിസ് എനിക്ക് അമൽത്തയാണ്. അമൽത്തയുടെ പുതിയ പുസ്തകമാണ് നിലവിൻ നിലാവഴികൾ. അമൽത്തയുടെ ആദ്യത്തെ പുസ്തകം സങ്കടദ്വീപ്, അതും വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഇത് ഓർമ്മകളുടെ കഥ പറയുന്ന കുറച്ച് കുഞ്ഞു കഥയുടെ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന് അമൽത്ത ഈ പേരിടാൻ കാരണം, ഞാൻ വായിച്ചതിൽ എനിക്ക് മനസ്സിലായത്, നമുക്കറിയാം നിലാവെന്ന് പറയുന്നത് എന്നും വെളിച്ചത്തിൽ വഴികാട്ടുന്ന ഒന്നാണ്.
ഈ പുസ്തകത്തിലെ എല്ലാ കഥകളും കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് അതുപോലെ അമൽത്തയുടെ ജീവിതത്തിൽ വെളിച്ചമായി വന്ന്, അല്ലെങ്കിൽ അമൽത്താക്ക് ഒരു നിലാവ് പോലെ കൂടെ നിന്ന് ഒരു ബന്ധങ്ങളുടെ കഥയാണ്. അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അമൽത്താക്ക് മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ നിലാവുണ്ടാവും. നമ്മുടെ കാണാമറയത്ത് വന്ന് രജവിലെ നിലാവ് പോലെ തെളിഞ്ഞു നിൽക്കുന്ന നിലാവ്, അല്ലെങ്കിൽ ഒരു മിന്നാമറയത്ത് നിന്ന് നമുക്ക് വെളിച്ചമേകുന്ന നിലാവ്, അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന നിലാവുണ്ട്. ആ നിലാവ് എന്നും അവിടെ സ്ഥിരമായി നിൽക്കുന്നതല്ല, പക്ഷേ നമുക്ക് വഴികാട്ടിയായി നിൽക്കും. ഇതിൽ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഒറ്റമരക്കാർ തണൽ മാഞ്ഞു. ഈ ഒറ്റമരം എന്ന് പറയുന്നത് അമൽത്തയുടെ ചെറുപ്പത്തിലെ ബാല്യകാലത്തിലെ ഉപ്പ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞു മോളാണ് അമൽത്ത. പിന്നീട് ഉമ്മയുടെ ശിക്ഷണത്തിലാണ് വളരുന്നത്. പക്ഷേ എല്ലാമായിരുന്ന തൻ്റെ ഉമ്മയുടെ സഹോദരൻ ആങ്ങള VP ഹൈദർ ഹാജി, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ കഥ തുടങ്ങുന്നത്. ഒരു നാടിന് മൊത്തം കാവലായി നിന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പത്തേമാരി കയറി കടൽ കടന്ന് ഖത്തറിലെത്തിയപ്പോഴും അദ്ദേഹം മാത്രം നന്നാവാതെ മറ്റുള്ളവരെയും കൂടി, ഒരു നാടിനെ കൂടി നന്നാക്കിയെടുത്ത് സാമ്പത്തികമായി മെച്ചപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ മരണം ആ നാട്ടുകാരെ എങ്ങനെ തളർത്തി എന്നുള്ളതാണ് ഈ കഥയുടെ ഉള്ളടക്കം. അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നുള്ളതിന് ഒരു ചെറിയൊരു ഉദാഹരണം കഥയിൽ അമൽത്ത വിവരിച്ചിട്ടുണ്ട്. എന്നും പണി കഴിഞ്ഞു വന്നാൽ കുളിച്ച് വേഷം മാറി ഓരോ ദിവസവും സൂഖ് വാഫി ബിസ്മില്ല ഹോട്ടലിന് മുമ്പിൽ ദൗർഭാഗ്യത്തിന്റെ ഭാരം പേറി ഉള്ളുരുക്കത്തോടെ വന്നിരിക്കുന്ന മനുഷ്യരെ സന്ദർശിച്ച് അവരുടെ വേദനകൾ ചോദിച്ചറിഞ്ഞ് ജോലി വേണ്ടവർക്ക് പണി തേടി പിടിച്ചു കൊടുത്തും നാട്ടിൽ തിരിച്ചു പോകാൻ പൈസ കയ്യിലില്ലാത്തവരുടെ നാട്ടിലേക്ക് തിരിച്ചയച്ചും സഹജീവികളോട് ചേർത്തു പിടിച്ച മനുഷ്യൻ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജോലിഭാരവും ക്ഷീണവും കഴിഞ്ഞ് തിരിച്ചു വന്ന് സൂക്കിലേക്ക് നടന്ന് അവിടെ അനാഥരായി നിൽക്കുന്ന, ജോലിയില്ലാത്ത അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ നൊമ്പരങ്ങൾ കേട്ടറിയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. പിന്നീട് കഥകൾ മുന്നോട്ട് പോകുന്നത് തൻ്റെ ഉപ്പയും ഉമ്മയും കുറിച്ച് പറഞ്ഞാണ്. നമുക്കറിയാം, എല്ലാവരുടെയും ജീവിതത്തിൽ ഉപ്പ എന്ന് പറയുന്നത് വലിയൊരു തണലാണ്. ഉപ്പയില്ലാതെ ഒരു കുട്ടിയുടെ വിഷമം അത് അവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവൂ. നമ്മുടെ ജീവിതം കൊണ്ട് പലതും പറയാതെ പറഞ്ഞ് കാണിച്ചു തന്ന ഒരു തണൽ മരമാണ് ഉപ്പ. ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വെളിച്ചമെന്നും സുഖമെന്നും പലരും പറയാറുണ്ട്. വളരെ സത്യമാണ്. പിന്നീട് അമൽത്താൻ്റെ ഉമ്മാനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏതൊരാളും അത്യധികം ആഗ്രഹിച്ചു പോകുന്നൊരു ഉമ്മയാണ്. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ പേറിയും ഒരുപാട് നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഉമ്മ. പക്ഷെ അതൊന്നും തൻ്റെ മക്കളെ കാണിക്കരുത്, തൻ്റെ മക്കൾ അറിയപ്പെടരുത് എന്ന് കരുതി തൻ്റെ മക്കളെയും മരുമക്കളെയും അത്രയും സ്നേഹത്തോടെ ലാളനയോടെ പറഞ്ഞ് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഉമ്മ. ശരിക്കും ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നി, കഥയല്ല അനുഭവം, ഈ അനുഭവം വായിച്ചപ്പോൾ എനിക്ക് ഞാൻ എങ്ങനെയുള്ളൊരു ഉമ്മയാകണം എന്ന് തിരുത്താൻ, എൻ്റെ ചിന്തകളെ തിരുത്താൻ എന്നെ സഹായിച്ച ഒരു അനുഭവക്കുറിപ്പാണിത്. പിന്നീട് ഇതിൽ വരുന്നൊരു കഥയാണ് കല്യാണം. ഇന്നത്തെ ആർഭാട കല്യാണത്തിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും കാണുന്ന ആർഭാട കല്യാണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കല്യാണം. അത് വായിക്കുമ്പോൾ തന്നെ പണ്ടത്തെ കാലത്തെ കല്യാണം നമ്മുടെ മനസ്സിൽ വരും. വീട്ടുമുറ്റത്തെ സ്നേഹത്തിൻ്റെ മണമുള്ള കല്യാണ പന്തലുകളുടെ ഓർമ്മ ഇന്ന് അലങ്കാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഓർമ്മകളായി മാറിയിരിക്കുന്നു അല്ലേ? ഒരു വ്യത്യസ്തമായ പഴയ രീതി കല്യാണം, അമ്മിമേലരച്ചും കൂട്ടുകാരൊക്കെ കൂടിയിരുന്നും അതേപോലെ അയൽവാസികൾ സൊറ പറഞ്ഞും തീരുന്ന ഒരു കല്യാണ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ കഥയിലൂടെ കാണാം. പിന്നീട് എന്നെ വേദനിപ്പിച്ച ഒരു കഥയാണ് കൊറോണ കാലഘട്ടം. നമുക്കറിയാം 1918 തുടങ്ങിയതാണ് മഹാമാരി. സ്പാനിഷ് ഫ്ലൂ, അത് കഴിഞ്ഞ് ഹോങ്കോങ് ഫ്ലൂ, അത് കഴിഞ്ഞ് ഏഷ്യൻ ഫ്ലൂ, അങ്ങനെ പല മഹാമാരികളും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മളെയൊക്കെ ആട്ടി ഉലച്ച ഒരു കാലഘട്ടമാണ് കൊറോണ കാലഘട്ടം. കയ്യിലുള്ളതിൻ്റെ മൂല്യം നഷ്ടപ്പെടുമ്പോഴാണ് അറിയുക എന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു കാലഘട്ടം. കൊറോണ കാലഘട്ടത്തിൽ അമൽത്ത അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും എല്ലാം അമൽത്ത കഥയിൽ വർണ്ണിക്കുന്നുണ്ട്. കൊറോണ എന്ന് പറയുന്നത് ഏതു മനുഷ്യനെയും ആരാണ് മനുഷ്യനെന്നും ആരൊക്കെയാണ് മനുഷ്യനെന്നും കാണിച്ചു തന്ന ഒരു കാലഘട്ടമാണെന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഥാസമാഹാരങ്ങളായി മാറിയ ഈ കഥയിൽ കൂട്ടുനിൽക്കുന്ന ഒരു പെൺമ എന്നൊരു കഥയുണ്ട്.
നമ്മുടെ ജീവിതത്തിൽ നിലാവ് പോലെ, അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നിലാവ് പോലെ വന്നു പോയിട്ടുള്ള അധ്യാപകരുണ്ടാവും. അത് ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഉമ്മയാവാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരികളാവാം. നമുക്ക് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു തന്ന ഒരു പെൺമ, ആ ഒരു പെൺമയുടെ ചേർത്ത് പിടിക്കലും കൂടി ഈ കഥയിൽ പറയുന്നുണ്ട്. പിന്നീട് പഴയ കാലഘട്ടത്തിലെ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് 1900-കളിലൊക്കെയുള്ള ടെലിവിഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണ്. അന്ന് പലരുടെയും വീട്ടുമുറ്റത്ത് TV കാണാൻ പോയിരുന്ന് നീരസത്തോടെ മുഖം തിരിച്ച് കളഞ്ഞ എത്രയോ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ വളരെ മനോഹരമായി കഥയിൽ വർണ്ണിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് കൊറോണ കാലഘട്ടം വന്നപ്പോൾ തിയേറ്ററിൽ അരങ്ങേറിയ സിനിമ OTTയിലേക്ക് മാറിയ ഒരു പരിവർത്തനമുണ്ടല്ലോ. നമ്മുടെ ആ ഒരു പണ്ട് കാലത്ത് സിനിമാ കൊട്ടയിൽ നിലത്തിരുന്ന് കാണുന്ന ആ ഒരു സിനിമയിൽ നിന്ന് നമ്മുടെ സ്വീകരണ മുറിയിൽ ഒരു കോഫിയും കയ്യിൽ പിടിച്ച് പോപ്കോണും കുറിച്ച് നമ്മൾ OTTയിലൂടെ കണ്ട് ആ ഒരു പരിവർത്തനം അത് ഈ കഥയിൽ വളരെ ഭംഗിയായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് കഥയേക്കാൾ കടന്നുപോയ നൊമ്പരങ്ങളും അനുഭവങ്ങളുമാണുള്ളത്. ഈ പുസ്തകം നിങ്ങൾ വായിക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതിലുള്ള എല്ലാ അധ്യായങ്ങളും കടന്നു പോയിട്ടുണ്ടാവും. ആ അധ്യായങ്ങളെ ഒന്നും കൂടി നമുക്ക് ഓർമ്മിക്കാനുള്ള വലിയൊരു കുറിപ്പായിരിക്കും ഈ പുസ്തകം. നാം തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ, നാം ഉണർന്നാൽ മാത്രമേ നമ്മളെ നമ്മളാൽ കാണാൻ കഴിയൂ. ഈ ഒരു വാചകം ഞാനിവിടെ പറയുമ്പോൾ, നമ്മൾ തളർന്നു വീഴുമ്പോൾ നമ്മളെ ഉണർത്താൻ ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്സും ഒരുപാട് വയലുകളും സ്പീച്ചുകളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എത്ര കാലത്തേക്ക് നമുക്ക് മോട്ടിവേഷണലായി ഉണർന്നു വരാൻ പറ്റും? നമ്മൾ ഉണർന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അങ്ങനെ പ്രതീക്ഷയുടെ ഒരു കണലായി, അല്ലെങ്കിൽ നാളെയുടെ പ്രതീക്ഷയായി നമുക്ക് മാറാൻ ഈ പുസ്തകം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ജീവിതത്തിൻ്റെ അത്രയും ദുഃഖകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് അമൽത്ത കടന്നു പോകുന്നത്. ആ വേദനയിലും തന്നെ കൂട്ടുപിടിച്ച് തൻ്റെ പ്രിയതമന് വേണ്ടിയും ഈ കഥയിൽ ഒരു അധ്യായമുണ്ട്. കല്യാണം കളിയല്ല. ഇന്ന് കല്യാണത്തേക്കാൾ കൂടുതൽ നമ്മൾ കേട്ടുവരുന്ന ഡിവോഴ്സിൽ നിന്നും വളരെ മനോഹരമായി മാതാപിതാക്കൾ എങ്ങനെ സ്നേഹിക്കണമെന്നും മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ എങ്ങനെ സ്നേഹിക്കപ്പെടണമെന്നും നമുക്ക് കാണിച്ചു തരുന്ന ഒരു കഥയാണ് കളിയല്ല കല്യാണം. അപ്പോൾ എല്ലാവരും ഈ പുസ്തകം വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിലവിൻ നിലാവഴികൾ.